ഹലോ, അസ്സാം വലൈക്കും. ഇറച്ചിയും മീനും കഴിച്ച് മടുത്തു ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വെള്ളരിക്ക കറി ഉണ്ടാക്കാൻ. അതിനായിട്ട് ഒരു പകുതി വെള്ളരിക്ക കുഞ്ഞായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി, ഒരു പകുതി ഉള്ളി, 5 പച്ചമുളക്, പിന്നെ കറിവേപ്പില, പിന്നെ എരിവിനല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പം മുളക് പൊടി ചേർക്കണമെന്നൊന്നുമില്ല. ഞാൻ എരിവിന് കണക്കായിട്ടുള്ള പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം ഒരു കളറ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തതാണ്. അപ്പോൾ അത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വെളുത്തുള്ളി. തേങ്ങ നല്ലപോലെ അരഞ്ഞതിൻ്റെ ശേഷമേ വെളുത്തുള്ളി ചേർക്കാവൂ. അങ്ങനെ നമ്മുടെ ഐറ്റംസൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിൻ്റെ ശേഷം ഒന്ന് നല്ലപോലെ തിളച്ചതിൻ്റെ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. എങ്കിലും നമ്മളിൽ ചിലവരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തു. പാനിൽ ഓയിൽ ചേർത്ത് കൊടുത്തു. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതിലോട്ട് ഒരു 2-3 വറ്റൽ മുളകും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തു. അങ്ങനെ നേരെ നമ്മുടെ കറിയിലോട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് മക്കളെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബായ്. വീണ്ടും ഇതുപോലത്തെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.